നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് വേദവ്യാസ മഹർഷിയുടെ 3 മക്കളെക്കുറിച്ച് ആലോചിക്കാം. വേദവ്യാസ മഹർഷി ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഭാഗവതം എഴുതിയ ആളാണ്. നമുക്ക് ഏറ്റവും പ്രധാനം അതല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അച്ഛൻ പരാശര മഹർഷിയാണ്. അമ്മ ദാശരാജാവിൻ്റെ മകൾ കാളി. ഒരു ദിവസം കടത്ത് കടക്കാനായിട്ട് ചെന്നതാണ് പരാശര മഹർഷി. അപ്പം ഈ കാളിക്ക് കടത്തുകൾ തോണി തുഴയുന്നതാണ് ജോലി. അങ്ങനെ തോണി തുഴഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹം അസാമാന്യ കഴിവുള്ള ആളാണല്ലോ പരാശര മഹർഷി. അതുകൊണ്ട് മനസ്സിലായി ഈ സമയത്ത് ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആളായിത്തീരും അവൻ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അങ്ങനെ ഉണ്ടായതാണ് ഈ കൃഷ്ണദ്വൈപായനൻ എന്നു പേരുള്ള നമ്മുടെ വേദവ്യാസൻ. പിന്നെ അതിനുശേഷം ഉള്ള കഥ, ഈ വേദവ്യാസൻ്റെ അമ്മ കാളി പിന്നെ സത്യവതിയായി. സത്യവതിയെ കണ്ട് ഇഷ്ടം തോന്നിയ ശന്തനു മഹാരാജാവ് എന്തു ചെയ്തു, ഇവരെ കല്യാണം കഴിക്കണമെന്ന് അച്ഛൻ ദാശരാജാവിനോട് ആവശ്യപ്പെട്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ള എൻ്റെ മകളെ ഇങ്ങനെ ഒരു രാജാവിൻ്റെ പത്നിയാവുന്നതിന് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങക്ക് മൂത്തയൊരു മകനുണ്ടല്ലോ ഗംഗാദത്തൻ, രാജ്യാവകാശം അവനല്ലേ കിട്ടുള്ളൂ. അത് പറ്റില്ല, എൻ്റെ മകളുടെ കുട്ടികൾക്ക് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം വിഷണ്ണനായി പോയി. അവസാനം ഗംഗാദത്തൻ മന്ത്രിയോട് ചോദിച്ചാണ് കാര്യം മനസ്സിലാക്കിയത്. എന്നിട്ട് ദാശരാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അത് അങ്ങയുടെ മകളെ എൻ്റെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കണം. അപ്പം ഈ കണ്ടീഷൻ ഇദ്ദേഹം ആവർത്തിച്ചു. അന്നേരം ഞാൻ അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങേക്ക് വേണ്ടെങ്കിലും അങ്ങേരുടെ സന്തതി പരമ്പരകൾ വേണമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞില്ല, ഞാൻ വിവാഹം കഴിക്കില്ല. അങ്ങനെ ഭീഷ്മ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മളുടെ ഗംഗാദത്തൻ്റെ പേര് ഭീഷ്മരെന്നായത്. ഇപ്പോൾ മനസ്സിലായല്ലോ ഭീഷ്മർ ആരാണെന്ന് ഇദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞു, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. സത്യവതി ഇവിടെ വന്നു, 2 മക്കളുണ്ടായി. അവർ രണ്ടുപേരും വളരെ നല്ല നിപുണന്മാരായിരുന്ന രാജകുമാരന്മാരല്ലേ. പക്ഷേ രണ്ടുപേരും കല്യാണം കഴിച്ചു കഴിഞ്ഞ് അധികം താമസിയാതെ അവർ രണ്ടുപേരും മരിച്ചു. നാട് നീങ്ങി. അപ്പോഴത്തേക്കും പിന്നെ വിധവകൾ 2 പേരുമുണ്ട്, അംബാലിക. അപ്പം രാജവംശം മറ്റുപോവില്ലേ, അടുത്ത അവകാശികളില്ലാതെ വരില്ലേ. ഉടനെ തന്നെ സത്യവതി വേഗം ഭീഷ്മരെ തന്നെ വിളിച്ച് പറഞ്ഞു, അങ്ങ് ശപഥമൊക്കെ മറന്നേക്ക്, ഇവർക്ക് കുട്ടികളുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം ഭീഷ്മർ പറഞ്ഞു, ഞാനൊരിക്കൽ ശപഥം ചെയ്താൽ അത് മാറ്റില്ല ഞാനെന്ന് പറഞ്ഞു. വേഗം നമ്മുടെ വേദവ്യാസ മഹർഷി, അവരുടെ ആദ്യത്തെ മകനാണല്ലോ വേദവ്യാസൻ, ആളയച്ചു വരുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും അങ്ങ് ഇനിയിപ്പം ഇവിടെ 2 പുത്രവധുക്കളെ എനിക്കുള്ളൂ, അങ്ങ് ഇവരിൽ പുത്രന്മാരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആദ്യം പറഞ്ഞു എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. സത്യവതി പറഞ്ഞു, അമ്മയാണ് പറയുന്നത്, അമ്മ പറഞ്ഞാൽ അനുസരിക്കേണ്ടത് പുത്രൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. അപ്പം ശരി, സമ്മതിച്ചു. അങ്ങനെ മൂത്തവൾ അംബിക വേഗം അംബികയുടെ അടുത്ത് വേദവ്യാസ മഹർഷി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജകുമാരിയല്ലേ, ഈ താടിയും തലയൊക്കെ നീട്ടി ഇങ്ങനെ ഉള്ളൊരു മഹർഷിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വഴങ്ങി. അങ്ങനെ അപ്പം എന്തു പറ്റി, കണ്ണടച്ചു പിടിച്ചു ഇദ്ദേഹത്തെ കാണാതിരിക്കാൻ. അതുകൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രനുണ്ടായി വേദവ്യാസന്. രണ്ടാമത്തെ
പുത്രവധു. അതും ഈ പറയുന്ന പോലെ മഹർഷിയെ കണ്ടപ്പോഴത്തേക്കും ആ പാടെ മുഖമെല്ലാം അങ്ങ് വല്ലാതെയായി വിളറി വെളുത്തു. അതുകൊണ്ട് പാണ്ഡു എന്ന് പറഞ്ഞ മകനും ഉണ്ടായി. മൂന്നാമതായിട്ട് ദാസിയാണ് ചെന്നത്. ദാസി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാസി ശുശ്രൂഷിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാണ്. ദാസി അയ്യോ ഇത്രയും വലിയ ഒരു ദാസിക്ക് ഇദ്ദേഹത്തിൻ്റെ ഗുണമൊക്കെ അറിയാം, ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇത്രയും വലിയൊരാളാണെന്നൊക്കെ. അത് കേട്ട് ഇത്രയും വലിയൊരു മഹർഷിയെ ശുശ്രൂഷിക്കുന്നത് എൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ അതിബുദ്ധിമാനും അതിസമർത്ഥനുമായിട്ടുള്ള വിതുരരും ഉണ്ടായി. അപ്പോൾ ഇതാണ് 3 മക്കൾ: ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരർ. ധൃതരാഷ്ട്രമാണ് ആദ്യം ഉണ്ടായത്. ശരിക്കും രാജ്യം കിട്ടേണ്ടതും ധൃതരാഷ്ട്രക്കാണ്. പക്ഷേ എന്തു പറ്റി? ഒരന്ധനെ രാജാവാക്കാനായിട്ട് നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് രാജ്യം പോയി, പകരം പാണ്ഡുവിന്. അപ്പം ഇവരുടെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ധൃതരാഷ്ട്രക്ക് നല്ല ശരീരബലമുണ്ട്. കാരണം നമ്മൾ ഈ യുദ്ധമൊക്കെ കഴിയുമ്പോൾ കാണുന്നുണ്ടല്ലോ, ആ ഭീമൻ്റെ പ്രതിമ, ഇരുമ്പ് പ്രതിമ പൊടിച്ച ആളാണല്ലേ, കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്രാലിംഗനം എന്നൊരു വാക്കുപോലും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ വഞ്ചിക്കാനായിട്ട് ചെയ്യുന്ന. അതുപോലെ തന്നെ ഒരു ഇരുമ്പ് രൂപം പൊടിച്ച ആളാണ്. അത്രയും ശക്തിയുണ്ട്, കായിക ശക്തിയുണ്ട്. പക്ഷേ മനസ്സ് ദുർബലമാണ്. അതുകൊണ്ടാണ് ദുര്യോധനൻ എന്ത് അധർമ്മം ചെയ്തിട്ടും അധർമ്മമാണെന്നറിയാം, പക്ഷേ അതിനെല്ലാം കൂട്ടു നിന്നിട്ട് ഇങ്ങനെ ഈ കുരുവംശത്തിൻ്റെ ആ പതനത്തിന് കാരണമായതും ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആ മനോബലമില്ലാത്തതുകൊണ്ടാണ്. പാണ്ഡുവാണെങ്കിലോ നല്ല മനോബലമൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ശരീരത്തിന് ബലമില്ല. എങ്കിലും പാണ്ഡുവിനെ രാജാവാക്കി. കാരണം ആരെങ്കിലും വേണമല്ലോ. മന്ത്രിയായിട്ടായിരുന്നു നമ്മുടെ വിതുരർ. അപ്പം ഈ 3 മക്കൾ ഒരേ അച്ഛൻ്റെ മക്കളാണ്. പക്ഷേ ഇവരുടെ ആ സ്വഭാവത്തിലുള്ള ആ വ്യത്യാസവും അവരുടെ പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസവും ആ ചിന്താമണ്ഡലത്തിലുള്ള വ്യത്യാസവും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള വിതുരർ. പക്ഷേ അദ്ദേഹം മന്ത്രിയായതുകൊണ്ട് ഇവർ ഈ ധൃതരാഷ്ട്രരുടെയും ദുര്യോധനൻ്റെയും ഒക്കെ ഈ ചിന്തകൾക്കും ഈ അവരുടെയൊക്കെ ആ വാശിക്കും ഒക്കെ അടിമപ്പെട്ട് പറയുന്നത് കേൾക്കാനല്ലേ നിവൃത്തിയുള്ള ഒരു മന്ത്രിക്ക്, അല്ലാതെ സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഇതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുകയില്ലായിരുന്നു. അതുതന്നെയല്ല, ഇവർ ഇങ്ങനെ ഈ കുരുക്കന്മാർ, അതായത് ഈ 100 പേര് ഒരിക്കലും, ദുര്യോധനൻ മുതൽ 100 പേരാണല്ലോ 100 പേരെന്ന് പറയുന്നത്, അവർക്ക് ഇങ്ങനെയൊരു അന്ത്യം ഉണ്ടാവുകയുമില്ലായിരുന്നു. ഈ കുരുക്ഷേത്രം ഇങ്ങനെയാവുകയുമില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാം വിധി വൈപരീത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇല്ലേ? എന്തായാലും ശരി, ആ ധർമ്മിഷ്ഠരായ ഇവരെ, പാണ്ഡവരെ നയിക്കാനായിട്ട് ഇപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, യുദ്ധത്തിൽ ആയുധം തൊടില്ല എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ എന്താണ് അത്, ഈ ചൂതിൻ്റെ സമയത്ത് ശകുനിയെ കൊണ്ട് ചൂത് കളിപ്പിക്കാനായിട്ട് ദുര്യോധനൻ വിളിച്ചുമില്ലേ? അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ദുര്യോധനാദികൾക്ക് വേണ്ടിയിട്ട് ചൂത് കളിച്ചതാരാ? ശകുനിയാണ്. ഈ യുധിഷ്ഠിരൻ കൃഷ്ണനെ ഒന്നും എനിക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ കളിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഈ യുദ്ധം നടക്കുമോ? ഇല്ല. പക്ഷേ അപ്പം ഞാൻ നല്ല ചൂത് കളിക്കാരനാണ്, ഞാൻ അതുകൊണ്ട് വേറെ ആരും വേണ്ട എന്ന് വിചാരിച്ചു. അതോടുകൂടി ഇങ്ങനെയൊക്കെ ആയി. എന്തായാലും നമ്മളുടെ വേദവ്യാസ മഹർഷിയുടെ 3 മക്കളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പിന്നെ അവസാനമായിട്ട് കുരുക്ഷേത്ര യുദ്ധം നടന്നു, നമുക്കറിയാമല്ലോ. വിതുരരെ എന്നിട്ട് ഒരു ദിവസം ഒത്തിരി അപമാനിച്ചു നമ്മളുടെ ദുര്യോധനൻ. കാരണം അങ്ങ് ചോറ് ഇവിടെയാണേലും കൂറ് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപമാനിച്ചു. എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു, ഇനിയും മന്ത്രിപ്പണിയൊന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. വിതുരരത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഇവിടെ ഈ മന്ത്രിയായിട്ടിരുന്ന് ഈ രാജ്യകാര്യം നോക്കി എനിക്ക് മറ്റൊന്നിനും സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു യാത്ര പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ് എന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു. അങ്ങനെ വളരെ ലൈറ്റായിട്ട്, ഇല്ലേ, നമ്മുടെ ജോലി
ഉപേക്ഷിച്ചിട്ട് പോകാനാണ്. ഇപ്പം നമ്മളോട് പറയാ ഒരിടത്ത് നല്ലൊരു പോസ്റ്റിൽ ജോലി ശമ്പളമൊക്കെ ഇരിക്കുക, നാളെ മുതൽ നീ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ല. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയ നമ്മുടെ വിതുരരെ നമുക്ക് എന്നെന്നും ഓർക്കണം. അതുതന്നെയല്ല ആ വേദവ്യാസ മഹർഷി, അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ നിന്നൊക്കെ മോചനം നേടിയ ആളാണല്ലോ, ഈ ലൗകിക ചിന്തയിൽ നിന്നും ഇതിൻ്റെ കെട്ടുപാടിൽ നിന്നൊക്കെ മാറിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയിപ്പം മക്കളെ എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല. അദ്ദേഹം എത്ര സുന്ദരമായിട്ടാണ് ഇവരുടെയൊക്കെ സ്വഭാവവും ഇവരുടെയൊക്കെ രീതികളും ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ പതനമല്ലേ ശരിക്കും അത് കണ്ടത്, അതെല്ലാം എത്ര സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭാഗവതം എഴുതിയ നമ്മുടെ മഹാനായ വേദവ്യാസ മഹർഷിയെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.